ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് വീട്ടിലൊരു കാര്യം ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതൊരു വ്ളോഗായിട്ട് എടുക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ രാത്രി ഒരു 11:45 എനിക്ക് പോത്തന്നൂർ ജംഗ്ഷനിൽ ട്രെയിൻ കിട്ടിയത്. മോർണിംഗ് ഒരു 4 മണി ആയപ്പോഴേക്കും ഞാൻ തലശ്ശേരി എത്തി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. എത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു പുറത്തൊക്കെ. രാവിലെ ആകുമ്പോൾ മഴ കുറയുമെന്ന് വിചാരിച്ചു, പക്ഷേ രാവിലെ 8 മണിയായിട്ട് മഴ കുറഞ്ഞില്ല. ഞങ്ങൾക്കിന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. രാവിലെ ഒരു കട്ടൻ കാപ്പിയിലായിരുന്നു ദിവസം തുടങ്ങിയത്. പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ വരുന്നെന്നുള്ളത് കൊണ്ട് എല്ലാവരും ബിരിയാണിയൊക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. രാത്രി തന്നെ ചിക്കനൊക്കെ മേടിച്ച് രാവിലെ ആയപ്പോൾ തന്നെ അമ്മ എനിക്ക് വേണ്ടി ബിരിയാണിയൊക്കെ റെഡിയാക്കിയിരുന്നു. കാരണം എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് തമിഴ്നാട് ബിരിയാണിയാണ് കിട്ടുന്നത്, നമ്മുടെ തലശ്ശേരി ബിരിയാണി കിട്ടത്തില്ല. ഇനി കിട്ടിയാലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അത്രയും ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തലശ്ശേരി വരുന്ന സമയത്താണ് ഞാൻ നല്ല പോലെ ബിരിയാണി കഴിക്കുന്നത്. പിന്നെ എന്നും ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ അനിയത്തിയുടെ കൊച്ചും കൂടിയുണ്ട്. ഇനി മുതൽ ഞങ്ങളുടെ കൂടി അവൻ നിൽക്കുന്നത്, കണ്ണൻ ബേബി ഇനി മുതൽ നമ്മുടെ കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സിനും കൂടിയാണ് ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കിയത്. ആ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ടായിരുന്നു ഇന്ന് ഉണ്ടാക്കിയ ബിരിയാണി. ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു കട്ടൻ കാപ്പിയിൽ മാത്രം ആയതുകൊണ്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ടും 11:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ബിരിയാണി കഴിച്ചു. ഞാനും ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, പിന്നെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, പിന്നെ അമ്മയുടെ ചേച്ചി അജി ആൻറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഏകദേശം പുറത്ത് മഴയൊക്കെ മാറി കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കാര്യം ചെയ്യാണ്ട് വീട്ടിൽ നിന്ന്. ഉച്ചക്ക് പുറത്തിറങ്ങിയിട്ടുള്ള വെയിൽ കണ്ടപ്പോൾ ശരിക്കും രാവിലെ ഇത്രയും മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എനിക്ക്. അതിനിടയിലാണ് ദേ ഈ ഒരു അപ്പൂപ്പൻ താടിയും കിട്ടിയത്. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കുറേ സമയം വെയിറ്റ് ചെയ്ത്. ബസ് കിട്ടാതായപ്പോൾ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് നേരെ തലശ്ശേരി പോസ്റ്റ് ഓഫീസിലോട്ട് പോയി. പോസ്റ്റ് ഓഫീസിൽ എന്തിനാ പോയെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന വർക്കിൻ്റെ പേയ്മെൻറ്റ് ഒന്ന് 500, 1000, 200, 300 ഒക്കെ കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസം കൊണ്ട് 20,000 രൂപയായിട്ടുണ്ട്. അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഞാൻ പോസ്റ്റ് ഓഫീസിലോട്ട് പോയി. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു. കാരണം രാവിലെ ബിരിയാണി ആയിരുന്നല്ലോ കഴിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ജിംറൂന്, അതായത് ബേബിക്ക് ഒരു മാംഗോൻ്റെ ഷേക്കും മേടിച്ച് ഞങ്ങൾക്ക് എനിക്കും അമ്മക്കും അവക്കാഡോ ഷേക്കും മേടിച്ചു. ഇതിന് 50 രൂപയുടെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ച് നേരെ പോയത് ഇലക്ട്രോണിക് ഷോപ്പിലോട്ടാണ്. ഈ വാഷിംഗ് മെഷീൻ മേടിക്കാൻ വേണ്ടി അങ്ങ് കോയമ്പത്തൂർ ഞാൻ ഇവിടം വരെ വന്നത്. കുറേ നാളായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു നമുക്കൊരു വാഷിംഗ് മെഷീൻ മേടിച്ച് കൊടുക്കണം. അങ്ങനെ വാഷിംഗ് മെഷീൻ മേടിച്ച് ഒരു 5 മണി ആകുമ്പോഴേക്ക് അവർ എത്താമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അതിനിടയിൽ ജിംബ്രുൻ്റെതായ ബിസിയിലായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് വാഷിംഗ് മെഷീനൊക്കെ വെച്ച് തന്നിട്ട് പോയി. അത് കഴിഞ്ഞാണ് അമ്മേൻ്റെതായ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് ഞാനും അമ്മയും ബേബിയും കൂടെ വീഡിയോ ഒക്കെ എടുത്ത് ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കും കഴിച്ച് അത് കഴിഞ്ഞുകൊണ്ട് ബേബിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഇതേപോലെ ബോട്ടിൽ ആർട്സ് ചെയ്യാനും പിന്നെ ഡയറി എഴുതാനൊക്കെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷമാണ് അവനെ കുറച്ച് സമയം ഒന്ന് അഭിനയിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രി ചോറുണ്ടായിരുന്നു, പിന്നെ തെരണ്ടിയുടെ കറി ഉണ്ടായിരുന്നു, പിന്നെ കിളിമീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ രാവിലെ പുട്ട് ഞാൻ ഉപ്മാവ് പോലെ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ ചെറുപയർ കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അവനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവനിത് കൊടുത്തത്. വേറെ ഒന്നല്ല, ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അനിയത്തി ഒരു ലാമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് സോളാർ ലൈറ്റ്, അതായത് അവിടെ അടുത്ത് പോകുമ്പോൾ മാത്രമേ അത് കത്തത്തുള്ളൂ. അതിന് നമ്മൾ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, നീ അതിൻ്റെ അടുത്ത് നടന്നു പോകുന്ന സമയത്ത് ആ ലൈറ്റ് കത്തുമ്പോൾ നീ പെട്ടെന്ന് ഞെട്ടിയതുപോലെ അഭിനയിച്ച് കാണിക്കണം. ഇതാണ് അവന് കൊടുത്ത ടാസ്ക്. അപ്പോൾ എൻ്റെ തലശ്ശേരി വീട്ടിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.